ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. മരിയൻ ധ്യാനം 104-ാം എപ്പിസോഡ്. ലുത്തിനിയായെക്കുറിച്ചുള്ള ധ്യാനങ്ങളിൽ 17, ലുത്തിനിയയിലുള്ള വാഴ്ത്തുമൊഴികളിൽ 14. അത്ഭുതത്തിന് വിഷയമായ മാതാവ്. അത്ഭുതത്തിന് വിഷയമായ മാതാവ്, മദർ മോസ്റ്റ് അഡ്മിറബിൾ. ലത്തീനിൽ മാതർ അഡ്മിറാബിലിസ്. മാതർ അഡ്മിറാബിലിസ്, അത്ഭുതത്തിന് വിഷയമായ മാതാവ്. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുള്ള ഒരു അനുഭവം ഒന്നുകൂടി പറയാണ്. ഒരു സംഭവം. പോൾ ആറാമൻ മാർപ്പാപ്പ, അദ്ദേഹം രണ്ടാമത്തെ സൂനസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജോൺ 23 മാർപ്പാപ്പ മരിച്ചു. എന്നിട്ട് ആ കൗൺസിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോൾ ആറാമൻ മാർപ്പാപ്പയാകുന്നത്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഞാൻ കാൾ ബാർത്ത് എന്ന പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിൻ്റെ എല്ലാ കൃതികളും, കിട്ടാവുന്ന എല്ലാ കൃതികളും ഞാൻ വായിച്ചിട്ടുണ്ട്. പോൾ ആറാമൻ മാർപ്പാപ്പ രണ്ടാമത്തെ സൂനദസിൻ്റെ ഒരു ഡോക്യുമെൻ്റ് കംപ്ലീറ്റ് ആയിട്ടും എഴുതിയത് 2 പേര് ചേർന്നാണ്. കരോൾ വോയ്റ്റീവ, ജോസഫ് റാറ്റ്സിംഗർ. കരോൾ വോയ്റ്റീവ, ജോസഫ് റാറ്റ്സിംഗർ. കരോൾ വോയ്റ്റീവയാണ് പിന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയായത്. ജോസഫ് റാറ്റ്സിംഗറാണ് ബെനഡിക്ട് 16 മാർപ്പാപ്പയായത്. ആ 2 പേരും ഈ രണ്ടാമത്തെ സൂനദസിലെ ഡോക്യുമെൻ്റ് എഴുതുമ്പോൾ അവർ 2 പേരും ചേർന്നാണ് അത് എഴുതിയത്, അതിൻ്റെ അന്തിമ രൂപം തയ്യാറാക്കിയത്. അല്ല, ചർച്ചയ്ക്ക് മുമ്പുള്ള രൂപം ചർച്ച ചെയ്തിട്ടുള്ളതും. അവർ അത് എഴുതുമ്പോൾ ഏറ്റവും കൂടുതൽ വായിച്ചത് ഈ കാൾ ബാർത്ത് എന്ന പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിൻ്റെ കൃതികളാണ്. കത്തോലിക്കരും വായിച്ചു, പക്ഷേ ഈ പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിൻ്റെ. ഈ ജോസഫ് റാറ്റ്സിംഗർ ജർമ്മനിയിൽ യൂണിവേഴ്സിറ്റി പ്രൊഫസറായിരുന്നു. അദ്ദേഹം എല്ലാ വർഷവും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻസിനെയുമായി കൊണ്ട് ജർമ്മനിയിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക് കാൾ ബാർത്തിനെ കാണാൻ, പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിനെ കാണാൻ പോകുമായിരുന്നു. നോക്കുക, പോൾ ആറാമൻ മാർപ്പാപ്പ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ജോസഫ് റാറ്റ്സിംഗർ മാർപ്പാപ്പ, ബെനഡിക്ട് 16 മാർപ്പാപ്പ, ഇവരെല്ലാം കാൾ ബാർത്ത് എന്ന പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രത്തിനെ അത്രമാത്രം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾ വായിച്ചിരുന്നു. പലപ്പോഴും ഇവർ രേഖകൾ എഴുതുമ്പോൾ അത് ചർച്ച ചെയ്തിരുന്നു, ഈ പ്രോട്ടസ്റ്റന്റ് ദൈവശാസ്ത്രജ്ഞൻ്റെ. അങ്ങനെയുള്ള വളരെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഈ 3 മാർപ്പാപ്പമാർ ഇത്രമാത്രം ഉയർത്തി പറയണമെങ്കിൽ എത്രമാത്രം വലിയ ദൈവശാസ്ത്രജ്ഞനാണ് കാൾ ബാർത്ത് എന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ആ കാൾ ബാർത്ത് പറയാണ്, യേശുവിൻ്റെ ചരിത്രത്തിൽ, എന്ന് വെച്ചാൽ മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ, പ്രപഞ്ച സൃഷ്ടി കഴിഞ്ഞിട്ടുള്ള കാര്യം പറയണേ, മനുഷ്യവംശത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം നേരിട്ടിടപെട്ട 2 സംഭവങ്ങൾ. ഒന്ന്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. അത് സംഭവിച്ചത് മറിയത്തിലെ. അത്ഭുതത്തിന് വിഷയമല്ലേ? പ്രപഞ്ച സൃഷ്ടിയേക്കാൾ വലുതല്ലേ? പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ ദൈവത്തിന് ആരുടെയെങ്കിലും അനുവാദം ആവശ്യമുണ്ടായിരുന്നോ? ഇല്ല. ദൈവത്തിൻ്റെ മനുഷ്യനാക്കാൻ മറിയത്തിൻ്റെ അനുവാദം ആവശ്യമില്ലേ? ഉണ്ട്. അതുകൊണ്ടല്ലേ ഗബ്രിയേൽ മാലാഖ അയച്ചത്, മറിയത്തിൻ്റെ സമ്മതം കിട്ടാൻ വേണ്ടി കാത്തുനിന്നത്. അപ്പോൾ പ്രപഞ്ച സൃഷ്ടിയേക്കാൾ മഹാത്ഭുതമാണ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. അത് മറിയത്തിലാണ് സംഭവിച്ചത്. അത് അത്ഭുതത്തിന് വിഷയമായ മറിയം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റെന്നല്ല, അതല്ലേ ശരി. രണ്ടാമത്തെ സംഭവമാണ് ഈ യേശുവിൻ്റെ തിരുവുത്ഥാനം. അപ്പോൾ പ്രപഞ്ച സൃഷ്ടി എന്ന മഹാത്ഭുതം കഴിഞ്ഞാൽ പിന്നെ രണ്ട് അത്ഭുതങ്ങളാണ്. ഒന്ന് ദൈവത്തിൻ്റെ മനുഷ്യാവതാരം, മറ്റൊന്ന് യേശുവിൻ്റെ തിരുവുത്ഥാനം. ഈ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം നടക്കുന്നത് മറിയം എന്ന സ്ത്രീയിലാണ്. അതുകൊണ്ട് അവളെ അത്ഭുതത്തിന് വിഷയമായ മാതാവ് എന്ന് വിളിക്കുന്നു. അവൾ കന്യകയാണ്, സ്ത്രീയാണ്, അമ്മയാണ്. ഇതിനേക്കാൾ വലിയൊരു അത്ഭുതം വേറെ എവിടെയുണ്ട്? സ്ത്രീ ആയിരിക്കുക, അവൾ കന്യകയായിരിക്കുക, അവൾ മാതാവാവുക. കന്യകാത്വത്തിന് ഭംഗം വരാതെ മാതാവ് നമ്മൾ കണ്ടതാണ്. കന്യകയും സ്ത്രീത്വവും മാതാവും ഒന്നിച്ച ഒരേ ഒരു സ്ത്രീയാണ് മറിയം. അതൊരു അത്ഭുതമല്ലേ? അത്ഭുതത്തിന് വിഷയമല്ലേ? ഈ മറിയത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പുതിയ നിയമത്തിലെ മറിയം എന്ന എൻ്റെ ഒരു പുസ്തകമുണ്ട്, പുതിയ നിയമത്തിലെ മറിയം. പിന്നെ ഈ തിരുവചന ജപമാല. പുതിയ നിയമത്തിലെ മറിയത്തെക്കുറിച്ചുള്ള ക്രിട്ടിക്കൽ സ്റ്റഡിയാണ്. പ്രോട്ടസ്റ്റന്റുകാർക്കും കത്തോലിക്കർക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ചർച്ചയാണത്. ഈ തിരുവചന ജപമാല അതൊരു പ്രാർത്ഥനയാണെങ്കിലും ദൈവശാസ്ത്രപരമായ ഒരു ധ്യാനമാണ്. അപ്പോൾ നമ്മുടെ വീടുകളിൽ മറിയത്തെക്കുറിച്ചുള്ള ദൈവശാസ്ത്രം കൊണ്ടുവരാൻ പറ്റിയ ഒരു പുസ്തകമാണ് തിരുവചന ജപമാല. വാസ്തവത്തിൽ നമ്മുടെ മെത്രാന്മാരെല്ലാവരും പരമാവധി പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു പുസ്തകമാണ്. പക്ഷേ സീറോ മലബാർ സഭയിൽ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് നടക്കുന്നില്ലെന്ന് മാത്രം. അതായത് മറിയത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല രീതിയിലുള്ള, ഇപ്പോൾ എൻ്റെ പിതാവ് പോളി കണ്ണുകടം പിതാവാണ് അതിന് ഇമ്പ്രൂവ് നൽകിയിരിക്കുന്നത്. അതായത് വായിച്ചിട്ട് പരമാവധി എല്ലാ വീട്ടിലും എത്തേണ്ട ഒരു പുസ്തകമാണ്. ഞാൻ എഴുതിയതുകൊണ്ട് പറയുന്നതല്ല, മറിയത്തെക്കുറിച്ചുള്ള ഈ തിരുവചനങ്ങളുടെ വെളിപാടുകൾ മുഴുവൻ ഇങ്ങനെ ചെറിയ ഗുളിക രൂപത്തിൽ അവതരിപ്പിച്ച് പ്രാർത്ഥനയാക്കിയിരിക്കുന്ന പുസ്തകമാണ്.
നിങ്ങൾ പരമാവധി ഒരു വാങ്ങിക്കണമെന്നും പ്രചരിപ്പിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നതിന് കാരണം ആ പുസ്തകം പറ്റി കിട്ടിയിട്ട് എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റും ഇപ്പോഴത്തെ നിലയ്ക്ക്. അപ്പോൾ അതല്ല കാര്യം, മറിച്ച് അത് വന്നാൽ പരമാവധി പ്രചരിച്ചാൽ മറിയത്തിൻ്റെ വിസ്മയം നിങ്ങൾക്ക് കുറെ കൂടി ആഴത്തിൽ ബോധ്യപ്പെടുമെന്ന ഒരു ആഗ്രഹം, ബോധ്യപ്പെടണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ്. ഈ മാംസം ധരിച്ച് ഇല്ലേ ഭൂമിയിൽ തന്നെ മനുഷ്യൻ നട്ടുപിടിപ്പിക്കാൻ ഇല്ലേ, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി അങ്ങനെ നട്ടുപിടിപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യ വ്യക്തിയാണ് മറിയം. മാംസം ധരിച്ച് മനുഷ്യനായിട്ട് ഭൂമിയിൽ തന്നെ നട്ടുപിടിപ്പിക്കാൻ ദൈവം കണ്ടെത്തിയ തിരഞ്ഞെടുത്ത മനുഷ്യ സ്ത്രീയാണ് ഈ മറിയം. അതാണ് ഞാൻ പറഞ്ഞത്, പ്രപഞ്ച സൃഷ്ടിക്കൽ വലിയ രഹസ്യമാണ് അവളിൽ സംഭവിച്ചത്, അവളിലൂടെ സംഭവിച്ചത്, ദൈവത്തിൻ്റെ മനുഷ്യാവതാരം. അതിനാൽ തന്നെ അത്ഭുതത്തിന് വിഷയമായ സ്ത്രീയാണ് മറിയം. ഇനി ഈശോയുടെ രഹസ്യത്തിന്റെ വിസ്മയം തിരിച്ചറിയണമെങ്കിൽ മറിയം എന്ന സ്ത്രീയുടെ രഹസ്യാത്മകതയുടെ വിസ്മയം, അത്ഭുതം തിരിച്ചറിയുക തന്നെ വേണം. ഈ അത്ഭുതം എന്നതിന് ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വീര്യപ്രവൃത്തി എന്നാണ്. വീര്യപ്രവൃത്തി, അതിൽ തീർച്ചയായിട്ടും വിസ്മയത്തിന് അവകാശമുണ്ട്, അത്ഭുതത്തിന് അവകാശമുണ്ട്, ഒരു സ്ഥാനമുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉയർന്നൊരു തലമുണ്ട്, അർത്ഥമുണ്ട്. വീര്യപ്രവൃത്തി, ദൈവം ചെയ്യുന്ന പ്രവൃത്തി എന്നർത്ഥം. ദൈവം ചെയ്യുന്ന പ്രവൃത്തി അത് പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾക്ക് അതീതമാകാം, പ്രപഞ്ചത്തിന്റെ നിയമത്തിന് ഉള്ളിലും ആകാം. ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് വീര്യപ്രവൃത്തി, അല്ലെങ്കിൽ അത്ഭുതം, അല്ലെങ്കിൽ വിസ്മയം. അതായത് ദൈവം പദാർത്ഥത്തിൽ നേരിട്ട് ഇടപെടുന്ന പ്രവൃത്തിയാണ് വീര്യപ്രവൃത്തി. ദൈവം ഒരു ആത്മീയ ജീവിയായിട്ട് ഇങ്ങനെ ആത്മാവിന്റെ തലത്തിൽ നിൽക്കുകയല്ല. ഈ പദാർത്ഥത്തിൽ, ഈ ബ്രഹ്മാണ്ടത്തിൽ, ഈ ലോകത്തിൽ അവന് നേരിട്ട് ഇടപെടാൻ പറ്റും. അങ്ങനെ ദൈവം നേരിട്ട് ഇടപെടുന്ന പ്രവൃത്തിക്കാണ് വീര്യപ്രവൃത്തി, അത്ഭുതം, വിസ്മയം എന്നൊക്കെ പറയണേ. അങ്ങനെ ദൈവം നേരിട്ട് ഈശോയുടെ ചരിത്രത്തിലും പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷവും ഏറ്റവും നിർണായകമായി ഇടപെട്ടത് ഈ മനുഷ്യാവതാരവും തിരുവുത്ഥാനവുമാണ്. ആ മനുഷ്യാവതാരം സംഭവിച്ചത് മറിയം എന്ന സ്ത്രീയിലാണ്. ഇനി ആ അത്ഭുതം, ഈ മറിയം എന്ന സ്ത്രീയിലെ അത്ഭുതം മനസ്സിലാക്കാൻ ഞാൻ ഒരു വചനം പറയാണ്. മറിയത്തെക്കുറിച്ചുള്ള 32 വചനങ്ങളിലും 100,000 വിസ്മയങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നമ്മൾ പലവരും കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു അടുക്കും ചെട്ടിയുമായിട്ട് പറഞ്ഞിട്ടില്ല, കാരണം മറിയത്തെക്കുറിച്ച് ധ്യാനങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ വിസ്മയങ്ങൾ പലതും കണ്ടു കാണും. ഞാൻ ഒരു വിസ്മയം, പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു വിസ്മയം സൂചിപ്പിക്കട്ടെ. മാലാഖ, ഗബ്രിയേൽ മാലാഖ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറഞ്ഞു. മാലാഖ, ഗബ്രിയേൽ മാലാഖ അവളുടെ അടുക്കൽ, മറിയത്തിന്റെ അടുക്കൽ അകത്ത് ചെന്ന് അവളോട് പറഞ്ഞു. ലൂക്ക 1:28. ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ ചെല്ലുകയാണ്. ജോസഫിന് മറിയം മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. അടുക്കൽ ചെന്നൊന്നും എഴുതിയിട്ടില്ല, പ്രത്യക്ഷപ്പെടുകയാണ്. മറ്റെല്ലാ സ്ഥലത്തും മാലാഖ പ്രത്യക്ഷപ്പെടുകയാണ്. ഇവിടെ മറിയത്തിന്റെ അടുക്കൽ, അവളുടെ അടുക്കൽ അകത്ത് ചെല്ലുകയാണ്. അതൊരു വിസ്മയമല്ലേ? ആ മറിയവും ഗബ്രിയേൽ മാലാഖയും തമ്മിലുള്ള സംഭാഷണം നമുക്ക് ഊഹിക്കാൻ പോലും പറ്റും എങ്ങനെയായിരുന്നെന്ന്. ഊഹിക്കാൻ പറ്റില്ല. മറിയം അത് അവളുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലാണ് വെളിപ്പെടുത്തിയതും. കാരണം മുമ്പ് വെളിപ്പെടുത്താൻ കഴിയില്ല, കാരണം അത്രയും വലിയ വിസ്മയമാണത്. ഗബ്രിയേൽ മാലാഖ മറിയത്തിന്റെ അടുക്കൽ അകത്തു ചെന്നു. ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യമാണ്. നിങ്ങളത് സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലെന്ന കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ സത്യമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ അതൊരു വിസ്മയമാണ്, അത്ഭുതമാണ്. മറിയം അത്ഭുതത്തിന് വിഷയമായ സ്ത്രീ തന്നെ, അമ്മ തന്നെ. എന്നിട്ട് ഗബ്രിയേൽ മാലാഖ അവളോട് പറയുക, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ എന്ന് വേണമെന്ന് ഞാൻ പറഞ്ഞത്. ഹയറെ കെഹരിത്തോമനെ. 2 വർഷം എടുത്തിട്ടും ഈ കെഹരിത്തോമനെ എന്ന വാക്ക് തർജ്ജമ ചെയ്യാൻ വിശുദ്ധ ജെറോമിന് കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഗ്രാസിയ പ്ലാന, ദൈവകൃപ നിറഞ്ഞവളെ എന്ന് ജെറോം തർജ്ജമ ചെയ്തത്. അത് നമ്മൾ സ്വീകരിക്കുക. ശരിക്കും വേണ്ടത് ദൈവകൃപയിൽ സൃഷ്ടിക്കപ്പെട്ടവളെ സ്വസ്തി എന്നാണ്. കർത്താവ് നിന്നോട് കൂടെ. ഓരോ വചനത്തിലും വിസ്മയമാണ്. മറിയത്തിലുള്ള വിസ്മയമാണ് വചനത്തിലൂടെ വെളിപ്പെടുന്നത്. ഓരോ രംഗത്തെ ഓരോ വചനവും ഓരോ വലിയ അത്ഭുതമാണ്, വിസ്മയമാണ്. ഗലീലയിലെ നസറത്തിലാണ് അവൾ വസിക്കുന്നത് പോലും. ദാവീദിന്റെ പട്ടണമായ ബേത്ലഹേമിലല്ല. എന്നിട്ട് പ്രസവിക്കുന്നത് ബേത്ലഹേമിലാണ്. അതൊരു ഗുഹയില്, പുൽത്തൊട്ടിയില്. ഇങ്ങനെ ഇതെല്ലാം വിസ്മയങ്ങളുടെ അടുക്കുകളല്ലേ? ലോക ചരിത്രം മുഴുവൻ ഈ ഒരു സ്ത്രീയെയും അവളെ കുഞ്ഞിനെയും ചുറ്റിക്കറങ്ങുകയാണ് അന്നും ഇന്നും. അല്ലേ? അതൊരു വിസ്മയമല്ലേ? എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് മറിയത്തിന്റെ സാന്നിധ്യത്തിലാണ്. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അവളുടെ സാന്നിധ്യത്തിൽ എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായി. ഈ മറിയത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് പെന്തക്കോസ്തുകാർ ഇപ്പോഴും പുഴയിലെ വെള്ളത്തിൽ മുങ്ങുന്നത്. കർത്താവിന്റെ തിരുവിലാന്ന് ഒഴുകിയ ജീവജലത്തിൽ മാമോസം മുങ്ങാതെ, അങ്ങനെ കർത്താവിലേക്ക് ഒട്ടിച്ചേർക്കപ്പെടാതെ ഈ പുഴയിലെ വെള്ളത്തിൽ, അത് പെരിയാറിലും പമ്പയിലും പോയിട്ട് അയ്യപ്പന്റെ വെള്ളത്തിലേക്കും പിന്നെ വേറെ ദേവന്മാരുടെയും ദേവിമാരുടെയും വെള്ളത്തിലേക്കും മുങ്ങുന്നതിന് കാരണം
മറിയത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ്. പെന്തക്കോസ്തക്കാരും ദൈവസഭ കുറ്റപ്പെടുത്തുകയല്ല. അവര് സ്നാപയോഹന്നാന്റെ സ്നാനമാണ് സ്വീകരിക്കുന്നത്. പുഴയിലെ സ്നാനം സ്നാപകന്റെ സ്നാന. ക്രിസ്ത്യാനികളുടെ സ്നാനം കർത്താവിന്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയ ജീവജലത്തിലാണ്. അത് അവർക്ക് സ്വീകരിക്കാൻ പറ്റണമെങ്കിൽ അവർ കത്തോലിക്ക സഭയിലേക്ക് വരണം. അത് വരണമെങ്കിൽ മറിയത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വരണം. ഈ ഒരു രൂപവും ഉണ്ടാക്കാൻ പാടില്ലെന്ന പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് മാത്രം ഇന്ന് അവർ പെരുമാറാൻ പാടില്ല. കാരണം എന്താ? ദൈവം മനുഷ്യനാക്കുന്നതിന് മുമ്പുള്ളൊരു വചനമാണത്. അവർ പറഞ്ഞ പ്രമാണത്തിന്റെ ഭാഗം ഇല്ലേ, നിങ്ങൾ ആരാധിക്കാൻ വേണ്ടി രൂപം ഉണ്ടാക്കരുത്. അത് ദൈവം മനുഷ്യനാകുന്നതിന് മുമ്പുള്ളൊരു സംഗതിയാണ്. മനുഷ്യൻ ദൈവമായതിനു ശേഷം ആ വചനത്തിന് മാറ്റം വന്നു കഴിഞ്ഞു. അത് തിരിച്ചറിയണം അവര്. പഴയ നിയമത്തെ രൂപാന്തരപ്പെടുത്തിയിരിക്കുന്നു പുതിയ നിയമം കൊണ്ട്. അത് തിരിച്ചറിയാതെ പഴയ നിയമം പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പഴയ നിയമം എടുക്കും. പൗരോഹിത്യം മറ്റും കാര്യം വന്നാൽ അപ്പോൾ പറയുന്നു അവർ ഖണ്ഡിക്കും. ഇങ്ങനെ ഇരട്ടത്താപ്പുകളാകാതെ മറിയത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നാൽ പെന്തക്കോസ്തക്കാരെ, ദൈവസഭക്കാരെ, യഹോവ സാക്ഷികളെ നിങ്ങളും പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. എലിസബത്ത് മറിയത്തിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞതുപോലെ അതൊരു വിസ്മയമല്ലേ? മറിയത്തിന്റെ സാന്നിധ്യത്തിലാണ് എലിസബത്തിന്റെ ഗർഭത്തിൽ കിടക്കുന്ന ശിശു സ്നാപയോഹന്നാൻ കുതിച്ചു ചാടിയത്. അതൊരു വിസ്മയമല്ലേ? അതിന് ആനന്ദത്തിന്റെ ചാട്ടമെന്നാണ് ആ കൊച്ചിന്റെ അമ്മ പറഞ്ഞത്, എലിസബത്ത് പറഞ്ഞത്. ആ ആനന്ദം എന്നത് പരിശുദ്ധാത്മാവിന് മറ്റൊരു പര്യായ പദമാണ്. സ്നാപയോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ, അവന്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനെ സ്നാനപ്പെട്ടു എന്നാണ് ശരിക്കും അതിന്റെ അർത്ഥം. എന്നിട്ടും ശിശു മാമോദീസയെ എതിർക്കുകയാണ് ഈ പറഞ്ഞ പെന്തക്കോസ്തക്കാരും യഹോവ സാക്ഷികളും കൂട്ടരൊക്കെ. നവജാത ശിശുക്കളെ ജനിച്ചിട്ട് 8 ദിവസം കഴിയാത്ത, അതാണ് നവജാത ശിശു എന്ന് പറഞ്ഞത്. 8 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ ശിശു എന്ന് പറയാം. നവജാത ശിശുക്കളെ, ബ്രേഫാസ് എന്നാണ് അതിന്റെ ഗ്രീക്ക് വാക്ക്. ലൂക്ക 18:15 അമ്മമാരെ കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്നതാണ്. നവജാത ശിശുക്കളെ പ്രസവിച്ചിട്ട് 8 ദിവസം തികയാത്തവർ, അവരെയാണ് കർത്താവ് കൈകളിലെടുത്ത് ആശീർവദിച്ചത്. ഇപ്പോഴും നവജാത ശിശുക്കൾ 8 ദിവസത്തിന് മുമ്പ് പ്രസവിച്ചിട്ട് 8 ദിവസം കഴിഞ്ഞിട്ട് 8 ദിവസം കഴിഞ്ഞതിന് മുമ്പ് കർത്താവിന്റെ അടുക്കൽ കൊണ്ടുവന്ന കർത്താവിലേക്ക് ഒട്ടിച്ച് ചേർക്കുന്നല്ലേ ശിശു മാമോദീസ? അപ്പോഴല്ലേ കർത്താവ് അവർ തൊടുന്നത്? ഇതെന്തിനാ അവർ നിഷേധിക്കണേ? കത്തോലിക്കരെ എതിർക്കാനോ, മറിയത്തെ എതിർക്കാനോ? പിന്നെ അവർക്ക് മറിയത്തിന്റെ വിസ്മയം മാത്രമല്ല, കർത്താവിന്റെ വിസ്മയോ കർത്താവിന്റെ രഹസ്യമോ മനസ്സിലാകില്ല. ഞാൻ ആവർത്തിക്കുന്ന അവരെ കുറ്റപ്പെടുത്തുകയല്ല. അവർ സത്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയത് അവർ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ മറിയത്തിന്റെ വിസ്മയത്തില് മറിയം എന്ന ആ അത്ഭുതത്തിന്റെ വിഷയം, അതിന് സാക്ഷികളാണ് എലിസബത്തും സക്കറിയാസും സ്നാപയോഹന്നാനും ഈ പറഞ്ഞ മനുഷ്യർ മുഴുവൻ, ഗബ്രിയേൽ മാലാഖി അടക്കം. ഈ അതുപോലെ തന്നെ ഒരു വിസ്മയം മറിയത്തിന്റെ സഹനത്തിലുമുണ്ട്. അമലോത്ഭവി ജനിച്ചവള്, അവൾ ശുദ്ധീകരണത്തിന് വിധേയപ്പെടുന്നു. ആചാരപരം ശുദ്ധീകരണം, പാപത്തിന് ശുദ്ധീകരണമല്ല. അതൊരു വിസ്മയമല്ലേ? പാപമില്ലാത്ത യേശു പാപങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള അനുതാപത്തിന്റെ സ്നാനം സ്വീകരിച്ച് വിസ്മയം പോലെ തന്നെ വിസ്മയമാണ് പാപരഹിതയായി ജനിച്ച മറിയം ഈ പാപങ്ങൾ ശുദ്ധീകരണമല്ല, ആചാരമായ ശുദ്ധീകരണത്തിന് വിധേയപ്പെടുന്നത്. അങ്ങനെ പോയപ്പോൾ ഈ ശിമയോൻ എന്ന പ്രവാചകൻ മറിയത്തോട് പറയാണ്, നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ തുളച്ചു കയറും. മറിയത്തിന്റെ സഹനം ഒരു വിസ്മയമല്ലേ? അവൾ കുരിശിന് താഴെ നിന്നിട്ട് ആ സഹനത്തിന് സാക്ഷിയാകുന്നൊരു വിസ്മയമല്ലേ? നമുക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരു മാതൃകയല്ലേ ഈ വിസ്മയം? ഇതുപോലെ മകൻ ഇല്ലേ, ഒരു ദൈവം തന്നെയായ പുത്രൻ, അവൻ കുറ്റവാളിയെ പോലെ കുരിശിൽ കിടന്ന് മരിക്കുന്നതിന് നേർ മുമ്പിൽ നിൽക്കുകയാണ് ഈ മറിയം. നിന്റെ ഹൃദയത്തിൽ വാള് കടക്കുമെന്ന് പറഞ്ഞത് സത്യമാകല്ലേ? ആ യേശുവിന് വട്ടാണ്, ഭ്രാന്താണെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞപ്പോൾ എന്തുമാത്രം ആ ഹൃദയം പിളർന്നിട്ടുണ്ടാകും. എന്നിട്ടും ദൈവഹിതം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന മറിയം അത്ഭുതത്തിന് വിഷയം തന്നെ. ഇതുപോലെ ഓരോ സംഗതിയും, ഓരോ വചനവും എടുത്തിട്ട് മറിയത്തിന്റെ ഈ മറിയം എന്ന അത്ഭുതത്തിന് വിഷയമായ സ്ത്രീയെക്കുറിച്ച് നമുക്ക് പറയാം. എല്ലാ അമ്മമാർക്കും അഭിമാനിക്കാൻ വക നൽകുന്നവളാണ് മറിയം. എല്ലാ അമ്മമാർക്കും. നമ്മെ ശാരീരികമായി പ്രസവിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അമ്മമാരെയും വിസ്മയത്തോടെയും ബഹുമാനിക്കാൻ മറിയം നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ അമ്മമാര്, മറിയം ഒരു വിസ്മയമായിരിക്കുന്നല്ല, നമ്മുടെ അമ്മമാർ ഒരു വിസ്മയമല്ലേ? നമ്മുടെ പരമ്പരാഗത കുടുംബങ്ങളെ കാര്യം ഞാൻ പറയാം. എപ്പോഴും തോറ്റു നിൽക്കുന്ന അമ്മമാരാൻ തോന്നും അല്ലേ? ഭർത്താവിന് മുമ്പിൽ, മക്കളുടെ മുമ്പിൽ എപ്പോഴും തോറ്റു നിൽക്കുന്ന അമ്മമാരാൻ തോന്നും. പക്ഷെ വാസ്തവത്തിൽ ജയിച്ചു നിൽക്കുന്ന അമ്മമാരല്ലേ നമ്മുടെ സ്വന്തം അമ്മമാര്? അവരൊരു വിസ്മയമല്ലേ? ആ വിസ്മയത്തെ അംഗീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മറിയം എന്ന അത്ഭുതത്തിന് വിഷയമായ മാതാവിനെ, അമ്മയെ അംഗീകരിക്കാൻ ആർക്കാണ് പറ്റാതിരിക്കുക? എല്ലാവരും ചെയ്യില്ലേ? അങ്ങനെ ചെയ്യണമെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. ബൈബിള് തിരുവചനങ്ങൾ കൂറുള്ളവർ പഠിപ്പിക്കുന്നത്. ബൈബിള് നമുക്ക് വെളിപ്പെടുത്തുന്നത്, വചനം വെളിപ്പെടുത്തുന്നത്. അതിനോട് തുറന്ന മനസ്സോടെ നമുക്ക് അത് ആ വചനം സ്വീകരിക്കാനും, ഇങ്ങനെ സ്വീകരിക്കാതെ തെറ്റിപ്പോയവരെ മറിയത്തിൻ്റെ അടുക്കൽ കൊണ്ടുവരാനും, അങ്ങനെ മറിയത്തിന്റെ സാന്നിധ്യത്തിൽ അവർ പരിശുദ്ധാത്മ കൊണ്ട് നിറയാനും നമുക്ക് പരിശ്രമിക്കാം. അതായിരിക്കും
അമ്മയ്ക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.